നമസ്കാരം. ഞാൻ അനീഷ് കുമാർ അമ്മാനന്ദ്. ഇന്നലെ വൈകിട്ട് 9:30 മലയാള മനോരമ ന്യൂസിലെ പറയാതെ വയ്യ എന്ന പ്രോഗ്രാം കണ്ടു. അതിൽ ഷാനി പ്രഭാകരൻ ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന കോൺഗ്രസിനെയും BJPയും ഒക്കെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. ആചാരം മാറ്റണം, ആചാരത്തെ ഉൾക്കൊള്ളണം, വിപ്ലവകരമായ തീരുമാനമാണ്, വിപ്ലവം വരണം ബഹളം വെക്കുന്നുണ്ട്. നമ്മുടെ അറിവ് വെച്ച് ഈ ഷാനി പ്രഭാകരൻ എന്ന് പറയുന്ന സ്ത്രീ, മനോരമ ന്യൂസിലെ ഷാനി പ്രഭാകരൻ എന്ന് പറയുന്ന സ്ത്രീ പ്രിജി ജോസഫ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കാനായിട്ട് അന്ന പ്രിജി ജോസഫ് എന്ന് എറണാകുളത്ത് ചമ്പക്കര പള്ളി വെച്ച് പേരും മാറി മതവും മാറി അന്ന പ്രിജി ജോസഫ് എന്ന് പേര് മാറിയിട്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇത്ര വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളും തീരുമാനങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഈ അന്ന പ്രിജി ജോസഫിന് അറിയാൻ പാടില്ലായിരുന്നോ? ഷാനി പ്രഭാകരൻ അറിയാൻ പാടില്ലായിരുന്നോ? ഇതൊക്കെ ആചാരപരമായ കാര്യങ്ങളാണ്, ഇതൊന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ല. നമ്മൾ വിപ്ലവകരമായ തീരുമാനം സ്വന്തം ജീവിതത്തിലല്ലേ ആദ്യം വിപ്ലവം കൊണ്ടുണ്ട്. അല്ലാതെ ഈ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ആരാന്റെയും പന്തലി വായന്റെ വിളമ്പ് കാണാൻ, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്തെടുക്കുമ്പോൾ കാണാൻ നല്ല ചെയ്യല്. ഇങ്ങനൊക്കെ ഷാനി പ്രഭാകരൻ അറിഞ്ഞുകൂടായിരുന്നു. ഷാനി പ്രഭാകരന്റെ പേര് മാറിയപ്പോഴും, ഷാനി പ്രഭാകരന്റെ മതം മാറി, ഷാനി പ്രഭാകരൻ അന്ന പ്രിജി ജോസഫ് ആയപ്പോൾ ഷാനി പ്രഭാകരൻ അറിയത്തില്ലായിരുന്നു ഇത് ആചാരപരമായിട്ടുള്ളതാണ്. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ ആചാരമാണല്ലോ, അതിനകത്ത് ഒപ്പുവെക്കുന്നതേ ഉള്ളല്ലോ നിയമപരമായിട്ടുള്ള വിഷയം. അപ്പൊ ഷാനി പ്രഭാകരൻ അറിയത്തില്ലായിരുന്നു. പിന്നെ ഷാനി പ്രഭാകരൻ എന്നുള്ള പേര് വെച്ച് ഇപ്പൊ മലയാള മനോരമ വന്നിരിക്കുന്നത് നമുക്കറിയാം എന്തിനാണെന്ന്. ഇപ്പൊ ഹിന്ദുമതത്തെ വിമർശിക്കുമ്പോൾ അന്ന പ്രിജി ജോസഫ് എന്ന് പറഞ്ഞ് വന്ന് മലയാള മനോരമ വന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ അക്സെപ്റ്റൻസ് ഒന്നും കിട്ടുകയില്ല, അത്രത്തോളം വലിയ സ്വീകാര്യത ഉണ്ടാകുകയില്ല. നേരെ മറിച്ച് ഷാനി പ്രഭാകരൻ എന്ന് പറഞ്ഞാൽ പ്രഭാകരനാണ് എടുത്തു പറഞ്ഞത്. പ്രഭാകരൻ ഉള്ളത് കൊണ്ടാണല്ലോ വന്ന് ഹിന്ദുമതത്തെ വിമർശിക്കാൻ പറ്റുന്നത്. ഈ ഷാനി പ്രഭാകരൻ സ്വന്തം ജീവിതത്തിൽ വിപ്ലവം ഒന്നും കൊണ്ടുവരണ്ടേ? ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ ആചാരപരമായിട്ടുള്ള ലംഘനം. പറയുമ്പോൾ വലിയ വിഷമമൊക്കെ തോന്നുന്നു, എന്നാലും ഒരു സത്യസന്ധമായ കാര്യമാണ്. ആചാരപരമായിട്ട് നിലനിൽക്കുന്ന ആരും ടെസ്റ്റ് ചെയ്യാറില്ല. എന്നെ അറിവ് വെച്ച് എനിക്ക് എന്റെ സുഹൃത്തുക്കൾ, ക്രിസ്ത്യൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു തന്നതാണ്. നമ്മുടെ മണർകാട് യാക്കോബ സുറിയാനി പള്ളിയിൽ 8 നോമ്പ് തിരുനാൾ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാനും പോയിട്ടുണ്ട്. ഇപ്പോഴും കട്ട സംഖ്യയാണ്, കട്ട RS-കാരനാണ്, BJP-കാരനാണെങ്കിലും അതിലൂടെ പോകുമ്പോൾ നമുക്ക് ദൈവത്തിലൊന്നും, നമ്മൾ യേശു ക്രിസ്തുവിനെയും ദൈവമായിട്ട് അംഗീകരിക്കുന്നവരാണ്, മുഹമ്മദ് നബി ദൈവമാണെന്ന് പറഞ്ഞാൽ നമുക്ക് 33 കോടി ദൈവങ്ങളുണ്ട്. നമുക്ക് 33 കോടി ഒന്നെന്നും പറഞ്ഞ് ഇപ്പൊ യേശു ക്രിസ്തുവിനെയോ 33 കോടി 2 പറഞ്ഞിട്ട് മുഹമ്മദ് നബിയെയോ ഇനി കറുത്ത തങ്ങളെയോ ഒക്കെ ആരാധിക്കുന്നതിന് നമുക്ക് ഒരു വിരോധമുള്ളവരല്ല. ഇതിനെയൊക്കെ സ്വീകരിക്കുന്നവരാണ് നമ്മൾ. ഇനി RS-കാരനാണ്, BJP-കാരനാണെങ്കിലും ഒക്കെ നമുക്ക് അതിനൊന്നും യാതൊരു വിരോധമുള്ള ആൾക്കാരല്ല. അപ്പൊ അങ്ങനെയുള്ള ഈ മണർകാട് പള്ളിയിലെ 8 നോമ്പ് തിരുനാളിന്റെ സമയത്ത് അവിടുത്തെ ഏത് സഭയപ്പെട്ടവരാണെങ്കിലും യാക്കോബക്കാർ പോകാറുണ്ട്. ഇനി ആചാരപരമായിട്ടും മറ്റേ അധികാര തർക്കത്തിലൊക്കെ ഓർത്തഡോക്സും യാക്കോബയായിട്ടൊക്കെ തർക്കം ഉണ്ടെങ്കിലും ഓർത്തഡോക്സുകാർക്കും വിശ്വാസമാണ്, യാക്കോബക്കാർക്കും വിശ്വാസമാണ്, കത്തോലിക്കർക്കും വിശ്വാസമാണ് മണർകാട് പള്ളി. അപ്പൊ മണർകാട് പള്ളിയിലെ 8 നോമ്പ് തിരുനാളിന് ഋതുമതികളായിട്ടുള്ള സ്ത്രീകൾ അവിടെ പ്രവേശിക്കാറില്ല. ഋതുമതികളായിട്ടുള്ള സ്ത്രീകളെ പ്രവേശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയേണ്ട അവിടെ മെഷീൻ ഒന്നും വെച്ചിട്ടില്ല, ആരും ചെക്ക് ചെയ്യുന്നുമില്ല. അതൊരു സത്യം. പക്ഷെ വിശ്വാസികളായിട്ടുള്ളവർ ഋതുമതിയായിട്ടിരിക്കുമ്പോൾ ആർത്തമുള്ളവർ ആ പള്ളിയിൽ പോകാറില്ല. ഇതിനെതിരെ ആരെങ്കിലും സമരം ചെയ്ത് കാണാറുണ്ടോ? ഇതിനെതിരെ ആരും സമരം ചെയ്തെന്ന് കാണാറില്ലുണ്ടോ? പിന്നെന്താ ഈ ഒരു വിഭാഗത്തോട് മാത്രം ഇത്ര എതിർപ്പ്? ഈ ഒരു വിഭാഗത്തിന്റെ മാത്രം ആചാരമല്ല, ഇതൊക്കെ അനാചാരമാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ അന്ന പ്രിജി ജോസഫിന്റെ ഇന്ന് വരെ അന്ന പ്രിജി ജോസഫ് പറഞ്ഞിട്ടുണ്ടോ ആർത്തവം ശാരീരിക അവസ്ഥയാണ്, അതുകൊണ്ട് ആ സമയത്തും അമ്പലത്തിൽ കയറുന്നതാണല്ലോ ഇന്നലെ അന്ന പ്രിജി ജോസഫ് എന്ന് പറയുന്ന ഷാനി പ്രഭാകരൻ പറഞ്ഞത്. അപ്പൊ ഷാനി പ്രഭാകരൻ അറിയാൻ പാടില്ലാത്തതാണോ ഈ മണർകാട് പള്ളിയിലെ 8 നോമ്പ് തിരുനാള്? ആണോ? പിന്നെ ഇപ്പൊ ഈ ഹിന്ദു ഐക്യം എന്ന് പറഞ്ഞിട്ട് എല്ലാ ഹിന്ദുക്കളും, ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ 56 ജാതി ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഈ 56 ജാതിയിലും പെട്ടവര് ഈ വിഷയത്തിൽ വളരെ അനുകൂലമായിട്ട് ഈ ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പം കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കുറച്ച് പാവപ്പെട്ട പറയുന്നത് പുസ്തകം വായിക്കാത്ത, പത്രം വായിക്കാത്ത, ലോകവിവരം ഇല്ലാത്ത കുറച്ച് പേരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് സഖാക്കന്മാര്. അയ്യോ, നിങ്ങൾ ചോദിക്കണം, അവരോട് ചോദിക്കണം. ഇപ്പോ തന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള അബ്രാഹ്മണരായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ, ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നവരെ ശബരിമല തന്ത്രിയാക്കുന്നു. എനിക്ക് തിരിച്ചു ചോദിക്കാനുണ്ട്. ഇതിനകത്ത് കത്തോലിക്കരോ ഓർത്തഡോക്സുകാരോ യാക്കോബക്കാരൊന്നും എന്നോട് പിണങ്ങരുത്, വളരെ സത്യസന്ധമായ ചോദ്യമാണ്. ഹിന്ദു മതത്തിൽ ഭയങ്കര ജാതി വിവേചനമാണെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ ക്രിസ്ത്യനിലോട്ട് മതം മാറി പെന്തക്കോസും ഒക്കെ ആയിട്ടുണ്ട്. ഈ പെന്തക്കോസുകാരെ ആരെങ്കിലും, ഈ പെന്തക്കോസുകാർക്ക് പെന്തക്കോസ് സഭയിലുള്ള ആരെയെങ്കിലും പിടിച്ച് പള്ളിയിലൊന്നും ആക്കണ്ട, കത്തോലിക്ക പള്ളിയിലോ യാക്കോബ പള്ളിയിലോ ഓർത്തഡോക്സ് പള്ളിയിലോ ഒരു കുർബാന കൈക്കൊള്ളാൻ സമ്മതിക്കുവോ? കൊച്ചിനെ മാമോദീസ മുക്കാൻ സമ്മതിക്കുവോ? ഇനി ബിഷപ്പൊന്നും ആക്കണ്ടപ്പാ, പള്ളിയിലച്ചനും ബിഷപ്പൊന്നും ആക്കണ്ട. ഈ പറയുന്ന ആവശ്യ ക്രൈസ്തവരെ പിടിച്ച് ഒരു കൊച്ചിന് കുർബാന കൊടുക്കുവോ പള്ളി വെച്ച്? അവർ ചോദിക്കുന്ന കേട്ടു ഹിന്ദു ഒന്നിച്ചു. ഇനിയിപ്പം നായന്മാരും
നായന്മാരുടെ വീട്ടിൽ കയറി പുലേന് കല്യാണം ആലോചിക്കാൻ പറ്റുമോ? ഇവിടെ ജാതി വിവേചനം കൊണ്ട് സഹിക്കാൻ പാടില്ലാഞ്ഞിട്ടല്ലേ പെന്തക്കോസായത്. അവർക്ക് ആർക്കെങ്കിലും പോയിട്ട് കത്തോലിക്ക വീട്ടിൽ നിന്ന് പെണ്ണാലോചിക്കാൻ പറ്റുമോ? ആലോചിച്ചാൽ തന്നെ കെട്ടിച്ചു കൊടുക്കുവോ? സാമൂഹ്യമായിട്ടുള്ള മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. ഈ ജാതി എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. അത് നിലനിൽക്കും, അതിന് യാതൊരു സംശയമില്ല. ഇത് മനുഷ്യനുണ്ടാക്കിയാന്നുള്ളതിന് യാതൊരു സംശയമില്ല ജാതി. പിന്നെ സംഘപരിവാറിനകത്ത് ജാതിയുണ്ടോ? പുതിയ ചോദ്യങ്ങളാണ്. മാർക്സുകാർ ഈ ദളിതനെ പിടിച്ച് തന്ത്രിയാക്കാൻ നടക്കുന്ന എന്റെ പുണ്യ സഹാക്കളെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ 54 വർഷമായി മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ട്. മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായത് തന്നെ രാജ്യത്തെ ഒറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ തർക്കത്തിൽ നിന്നുണ്ടായ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഈ 54 വർഷമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു ദളിതനെ കയറ്റാൻ പറ്റിയിട്ടില്ല. അമ്പലത്തിന്റെ ശ്രീകോവിലിൽ കയറി ദളിതൻ, പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ കയറിയിട്ടില്ല. അപ്പൊ പറഞ്ഞ ഇവര് അടുത്ത പറത്തിൽ പറഞ്ഞിട്ട് വരും, ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിൽ കയറുന്നതിനുള്ള യോഗ്യത ജാതി മതമൊന്നുമല്ല. എന്താണോ യോഗ്യത? പഠിച്ച് പാസ്സാകുന്നതാണ്. അത് ഏത് സ്കൂളിൽ പഠിച്ചിട്ടാ പാസ്സാകുന്നത്? നിങ്ങളുടെ അല്ല കോളേജിൽ പഠിച്ചിട്ട് ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടാ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിലോട്ട് ആളെ എടുക്കുന്നത്, അതിനുള്ള യോഗ്യത കിട്ടുന്നത്? നിങ്ങളുടെ ഒരു പോളിറ്റ് ബ്യൂറോയിൽ വരെ ഒരു ദളിതനെ ഒരു പട്ടികജാതിക്കാരനെ ഉയർത്തിക്കൊണ്ട് വരാൻ വയ്യാത്ത നിങ്ങളാണോ ഈ ലോകത്തെ ജാതി വ്യവസ്ഥയൊക്കെ മാറ്റി ദളിതരെ അങ്ങ് ഉദ്ധരിക്കാൻ പോകുന്നത്? ഇവരുടെ ചുവട് പിടിച്ചാണല്ലോ അന്നാപ്രജി ജോസഫ് ഒക്കെ നിൽക്കുന്നത്. അതിനകത്ത് രണ്ട് ഹിന്ദു നാമധാരികളുണ്ട്. ഒന്ന് ഹിന്ദു നാമധാരികൾ ഒത്തിരി ഉണ്ടെങ്കിലും അതിനകത്ത് ഹിന്ദു ആചാരങ്ങളെയൊക്കെ വിമർശിക്കാനായിട്ട് എടുത്തുവിട്ടേക്കുന്ന 2 ആൾക്കാരുണ്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് പ്രമോദ് രാമൻ, നേരത്തെ അവന്റെ പേര് പ്രമോദ് എന്നായിരുന്നു. ഇപ്പൊ വിമർശനവും ഈ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് കൊള്ളവ് തുടങ്ങിയപ്പോ അവന്റെ പേരൊന്ന് മാറ്റി പ്രമോദ് രാമൻ. രാമനാണല്ലോ പ്രാധാന്യം. അതുപോലെ അന്നാപ്രജി ജോസഫായിട്ട് വന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ സ്വീകാര്യത കിട്ടാത്തതുകൊണ്ട് അവരുടെ പേരും ഒന്ന് മാറ്റി. അന്നാപ്രജി ജോസഫ് എന്നാണല്ലോ. അന്ന് വലിയ എന്തൊരു ബഹളമായിരുന്നു. അഖില ഹാദിയായപ്പോഴത്തേക്ക് അഖിലെന്ന് പറഞ്ഞ് എന്തോ ഒരു ബഹളമായിരുന്നു ഈ ഷാനി പ്രഭാകരൻ കിടന്ന്. എന്റെ പൂർവാശ്രമത്തിലെ നമ്മുടെ പേരൊന്നും പറയാൻ പാടില്ല, ഇപ്പോഴത്തെ പേരെ പറയാൻ പാടുള്ളൂ. അഖിലെന്ന് എന്തിനാ നിങ്ങൾ പറഞ്ഞത്? ഹാദിയ എന്ന് പറയൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഷാനി പ്രഭാകരൻ ഇപ്പൊ പറയേണ്ട പേര് ഷാനി പ്രഭാകരൻ അല്ല, അന്നാപ്രജി ജോസഫ് എന്നാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ അവനവന്റെ ജീവിതത്തിൽ ആദ്യം വിപ്ലവവും മാറ്റവും ഒക്കെ കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യമൊക്കെ തീരുമാനിക്കാം. പിന്നെ മലയാള മനോരമ വന്നിരുന്ന 1994 ശേഷമാണോ ആർത്തവത്തോട് 2014 മെയ് മാസം 14 നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ശബരിമലയല്ല ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മുഴുവൻ ആർത്തവത്തോടുകൂടി സ്ത്രീകൾ കയറാത്തത്. സ്ത്രീകൾ കയറാത്തതിനും പ്രവേശിക്കാത്തതിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ചില വ്യത്യാസമൊക്കെ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ചില ആചാരപരമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സഹാക്കന്മാരാദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ശബരിമല പെണ്ണുങ്ങളെ കയറ്റുന്നതിന് മുമ്പ് ശബരിമലയിലെ ദളിതനെ തന്ത്രിയാക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് സ്വന്തം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ബ്രാഞ്ച് ചുമതലയൊക്കെ ഉള്ളവരല്ലേ, നിങ്ങൾ ആദ്യം ചെന്നിട്ട് നിങ്ങളുടെ നേതാവിനോട് പറയണം, നമുക്ക് ആദ്യം പോളിറ്റ് ബ്യൂറോയിൽ ഒരു ദളിതനെ കയറ്റണം, ഒരു പട്ടികജാതിക്കാരനെ കയറ്റണം, അതിനുശേഷം നമുക്ക് ശബരിമല തന്ത്രിയാക്കണോ ശബരിമല മേൽശാന്തിയാക്കണോ എന്നൊക്കെ പറഞ്ഞു പ്രക്ഷോഭം തുടങ്ങാമെന്ന് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ വിഷയം പറയാനായിട്ട് വന്ന. അപ്പൊ അന്നാപ്രജി ജോസഫ് ആദ്യം സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. അന്നാപ്രജി ജോസഫ് ഷാനി പ്രഭാകരൻ അന്നാപ്രജി ജോസഫ് ആയത് ആചാരപരമായിട്ടാണ്, അല്ലാതെ സുപ്രീം കോടതി നിയമപ്രകാരമല്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഒരാൾ വേറൊരാളെ കല്യാണം കഴിക്കണം മതം മാറണമെന്നും? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സ്വന്തം ജീവിതത്തിൽ ആചാരമൊക്കെ ആവാം, അന്യന്റെ കാര്യത്തിലൊന്നും ആചാരമൊക്കെ വരുമ്പോൾ അത് നമുക്ക് മാറ്റണം, നമുക്ക് വിപ്ലവം കൊണ്ടുവരണം. വിപ്ലവമൊക്കെ നമുക്ക് പിന്നീട് കൊണ്ടുവരാം കേട്ടോ. അതുകൊണ്ട് സഹാക്കന്മാരോടും അന്നാപ്രജി ജോസഫ് എന്ന് പറയുന്ന ഷാനി പ്രഭാകരനോടുമാണ് എന്റെ ഈ ലൈവ്. താങ്ക് യു.